വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ നല്ല ഭാഗ്യമുള്ള ആളുകൾക്കാണ് പരീക്ഷണങ്ങളെ പുഞ്ചിരിയോടെ നേരിടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരീക്ഷണങ്ങളെ നേരിടുന്നതിന് വിശുദ്ധമായ ദീൻ പറയുന്നത് നമ്മുടെ വേവലാതികളോ കരച്ചിലോ സംഭവിച്ച ഒരു മുസീബത്തിനെ തിരുത്തിത്തരുമോ? മരിച്ചുപോയ ഒരാളെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? കരഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ കരച്ചിൽ കൊണ്ട് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അള്ളാഹുവിന്റെ ഒരു ഖളാ സംഭവിച്ചു പോയാൽ ആ ഖളായിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുകയാണ് വേണ്ടത്. തുൻസബുൽ മവാസീനു യൗമൽ ഖിയാമ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു ഹബീബ് എന്ന് കേട്ട് പഠിച്ച ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ്. തുൻസബുൽ മവാസീനു യൗമൽ ഖിയാമ. അന്ത്യനാളാകുമ്പോൾ അല്ലാഹു തുലാസ് നാട്ടിവെക്കും. നന്മയും തിന്മയും തൂക്കി നോക്കുന്ന തുലാസ്. അല്ലാഹുമ്മ തഖിൽ മവാസീനനാ ബിൽ ഹസനാത്ത്. അല്ലാഹു ആ നേരം നമ്മുടെ തുലാസുകളെ നന്മ കൊണ്ട് അല്ലാഹു കനം തൂക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. പുണ്യനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. തുൻസബുൽ മവാസീനു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ മീസാനുകളെ അല്ലാഹു നാട്ടിവെക്കും. ഫയുഅതാ ബിഅഹ്ലിസ് സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി വൽ ഹജ്ജ്. നിസ്കരിച്ചവരെ, സുന്നത്ത് നിസ്കരിച്ചവരെ, വിത്ർ നിസ്കരിച്ചവരെ, റവാത്തിബ് നിസ്കരിച്ചവരെ, നോമ്പെടുത്തവരെ, സുന്നത്തെടുത്തവരെ, സകാത്ത് കൊടുത്തവരെ, ദാനം ചെയ്തവർ, ഹജ്ജ് ചെയ്തവരെ, ഉംറ ചെയ്തവർ, അവരുടെയൊക്കെ അമലുകൾ അല്ലാഹു തൂക്കിയിട്ട് ഫയുവഫൗന ഉജൂറഹും ബിൽ മവാസീൻ. അവരുടെ നന്മ തിന്മകളെല്ലാം അല്ലാഹു തൂക്കിയിട്ട് ക്ലിയർ ചെയ്തു വെക്കും. ثم يؤتى بأهل البلاء. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും മാത്രം അനുഭവിച്ച, അതുമാത്രം കൂടുതൽ അനുഭവിച്ച എത്രയോ ആളുകളുണ്ട് മനുഷ്യരിൽ, മുഅ്മിനുകളിൽ. അവരെ കൊണ്ടുവരും. യുഅ്താ ബിഅഹ്ലിൽ ബലാ ഫലാ യുൻസബു ലഹും മീസാൻ. നാളെ അവർക്ക് തുലാസില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ വെച്ച് കഷ്ടപ്പാട് അനുഭവിച്ച ആളുകൾക്ക് നാളെ അമലുകൾ പോലും തൂക്കി നോക്കാതെ അല്ലാഹു രക്ഷപ്പെടുത്തുകയാണത്രേ. വലാ യുൻശറു ലഹും ദീവാൻ. അവരുടെ മുമ്പിൽ രേഖകൾ സമർപ്പിക്കുന്നില്ല. വയുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബാ. അല്ലാഹു പ്രതിഫലം അവർക്ക് ചൊരിച്ചു കൊടുക്കുകയാണ്. അളന്നു മുറിച്ച് നോക്കിയിട്ട് കൂടുതലുണ്ടോ കുറവുണ്ടോ, നന്മയാണോ തിന്മയാണോ കൂടുതൽ, ഇതവിടെ നോട്ടമില്ല. മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളായ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ. എന്നാൽ ജീവിതത്തിൽ അരുതാത്തത്, പലരുടെയും വായിൽ നിന്ന് അരുതാത്തത് കേൾക്കേണ്ടി വന്നവർ, വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ, വീട്ടിൽ രോഗം കൊണ്ട് പരീക്ഷണത്തിൽപ്പെട്ടവർ, കടം കൊണ്ട് കടം കുമിഞ്ഞുകൂടി വിഷമിച്ചു പോയവർ, വീടില്ലാതെ മക്കളെ വിവാഹം ചെയ്തേക്കാൻ കഴിയാതെ ആശുപത്രി കിടക്കകളിലായി കഴിച്ചുകൂട്ടിയവരെ, കുടുംബ പ്രശ്നങ്ങളും ശൈഥില്യങ്ങളുമായി ആകെ മനസ്സ് വിഷമിച്ച് തളർന്ന് ചെയ്യുന്നത് നന്മയാണ്, തിരിച്ചു കിട്ടുന്നത് തിന്മയാണ്. ആളുകളോട് പുഞ്ചിരിക്കുമ്പോഴും ഇങ്ങോട്ട് കൊഞ്ഞനം കാണിച്ചിരുന്നവർ, അത്തരക്കാരെയാണ് അഹ്ലുൽ ബലാ. ദുനിയാവിൽ മനസ്സ് വിഷമിച്ച് ജീവിച്ചവർ, അകാരണമായി ഒരു കാരണവുമില്ലാതെ ജനങ്ങളാൽ ദുൽമു ചെയ്യപ്പെട്ടവരെ, അവരെ കൊണ്ടുവരുമ്പോൾ ഫലാ യുൻസബു ലഹും മീസാൻ. അവിടെ തുലാസിന്റെ നോട്ടമില്ല അവർക്ക്. അവരെ അല്ലാഹു തുലാസ് തൂക്കിയിട്ടല്ല സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. തുലാസ് തൂക്കുന്ന പണി പോലും അവർക്കില്ല. വലാ യുൻശറു ലഹും ദീവാൻ. നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ രേഖകൾ പോലും അവരെ കാണിക്കുകയില്ലത്രേ. കാരണം ഒരു ടെൻഷൻ വന്നാൽ ഒരു മനുഷ്യന്റെ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്നാണ് ഹദീസ്. മുള്ളുകുത്തിയ വേദന, ഒരു മുറിവിന്റെ വേദന, ഒരു ഇഞ്ചക്ഷന്റെ വേദന, സർജറിയുടെ വേദന, കാൽമുട്ടിന്റെ വേദന, ഊരവേദനയുടെ വേദന, ഈ വേദനയൊക്കെ അനുഭവിക്കുമ്പോൾ എത്രയാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്, എത്ര പാപങ്ങളാണ് പൊറുക്കപ്പെട്ടു പോകുന്നത്. ഓരോ അനീൻ
കിടക്കയിൽ കിടന്ന് തേങ്ങുന്ന തേങ്ങലിന് പോലും അള്ളാഹു പ്രതിഫലം നൽകുന്നുവെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി ഞങ്ങൾ പറയുന്നത്. ആ വേദനക്ക് പോലും തെറ്റുകൾ അള്ളാഹു മാപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് തെറ്റുകളാണുള്ളത്? അതുകൊണ്ട് പരീക്ഷണങ്ങളുള്ള ആളുകളെ കൊണ്ടുവരും. അതിൻ്റെ മുമ്പ് നിസ്കരിച്ചവരെ, നോമ്പെടുത്തവരെ, സക്കാത്ത് കൊടുത്തവരെ, അതുപോലെ ഹജ്ജ് ചെയ്തവരെ, അവരുടെയൊക്കെ എല്ലാ അളവും കൃത്യമായി വിട്ടതിന് ശേഷം ഒരു കണക്കുമില്ലാതെ വാരിക്കോരി അവർക്ക് പ്രതിഫലം അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി നിങ്ങളൊക്കെ സഹായിച്ചവരാണ്. ഉസ്താദ് ദാരിമി ഉസ്താദ് ഒരു കവർ തന്ന കാര്യം പറഞ്ഞു. ഇതിന് എപ്പോഴാണ് കിട്ടുക? എപ്പോൾ കൊണ്ടുവരാനുള്ളതാണ് കവർ? ഈ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരില്ലെങ്കിൽ നാളെ ലൈബ്രറി കാണാൻ വരുമ്പോഴെങ്കിലും കൊണ്ടുവരണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇതിന് ഒരുപാട് ചിലവുണ്ട്. നമ്മുടെ ഈ ലൈറ്റും സംവിധാനങ്ങളും പുറോപരി നമ്മുടെ മൈക്ക് സൗണ്ട് സിസ്റ്റം അതൊരു വലിയ ഘടകമാണ്. നമ്മൾ കല്യാണത്തിന് ചോറ് റെഡിയാക്കാതെ പന്തലിട്ടൊരു കാര്യമില്ലല്ലോ. അവിടെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന പോലെ ഇവിടെ ചെയറ് ചുരുക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ മൈക്കും സൗണ്ടുമാണ് ഇവിടെ വേണ്ടത് അല്ലേ? അപ്പോൾ അതിന് നമ്മുടെ സംഘാടകരോടൊക്കെ നമ്മൾ കൃത്യമായിട്ടും ചില കണ്ടീഷൻസ് പറയലാണ്. വയ്യാത്തത് കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ അവർ അത് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനൊക്കെ ചിലവുകളുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അതിലൊരു വിഷമം ആരും വിചാരിക്കരുത്. വയ്യാത്തത് കൊണ്ടാണ്. 30 കൊല്ലമായി അത് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളിവിടെ ഒരു കണ്ടീഷനും പറയില്ല. ഒരു കണ്ടീഷൻ ഇപ്പോൾ പറയൽ ഇതാണ്, മൈക്ക് ശരിയാക്കണം. അത് നമ്മൾ പറയുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യണം. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട, എന്ത് ചെയ്തോളൂ പിന്നീട് എപ്പോഴെങ്കിലും പരിപാടി ചെയ്യാം എന്ന് നമ്മൾ വിട്ടു പറയല. അത് നിർബന്ധിതമായിട്ട് പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മൾ തളർന്നു പോവുകയാണ്. നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ പറയുന്നല്ലേ എന്താ ഒരു കുഴപ്പമെന്ന്. പക്ഷെ നമ്മുടെ ഹാർട്ടും നമ്മുടെ ലങ്സും ശ്വാസകോശവും ഒക്കെ ഇതിൽ തളർന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ക്ലാസ് എടുക്കണ്ടേ. എനിക്കാണെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കല പരിപാടി അറിയാമല്ലോ. അപ്പോൾ സ്കൂളിൽ ചെന്നാലും ശബ്ദം ഇടണം, മൈക്കിലും ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ അങ്ങ് സൈഡായി പോകും. പിന്നെ ഈ പരിപാടിയൊക്കെ കെട്ടിപ്പൂട്ടി നിർത്തി വെക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ദഅവത്ത് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചില കണ്ടീഷൻസൊക്കെ പറയുന്നത്. ഒരുപക്ഷെ കമ്മിറ്റിക്കാരിലൊക്കെ എന്താ പുസ്തകം അത്ര ഡിമാൻഡ് എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കും. അത് നമുക്ക് എപ്പോഴും കേൾക്കണതാ, എല്ലാ സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. എല്ലാ ആഴ്ചയും പരിപാടി ഉണ്ട്. നമുക്കറിയാം. അതറിയാത്തത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കലാണ്. വിഷമിക്കരുത്, പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ അതിനുവേണ്ടിയൊക്കെ പരിശ്രമിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ അൽതാഫ് ഉസ്താദ് അടക്കം എല്ലാവരും, അവരോടൊക്കെ നമ്മൾ നന്ദി പറയാണ്. ദാരിമി ഉസ്താദിനോടും സംഘാടകരോടൊക്കെ. ബറക്കല്ലാഹ്. അല്ലാഹു നമ്മുടെ ഈ അമൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു കാര്യം അതിൻ്റെ ഭംഗിയിൽ ചെയ്യാന്നുള്ളതാണ് അല്ലേ. ഞാനിവിടെ വന്ന് തൊണ്ട കീറി കുറച്ച് നേരം പറഞ്ഞ് ഇന്നെ കൂടി ഇനി വയ്യാന്ന് പറഞ്ഞ് നിർത്തിപ്പോകുന്നതിനേക്കാളും നല്ലത് ഉള്ളൊരു മണിക്കൂറോ 2 മണിക്കൂറോ വൃത്തിയിൽ പറയുമ്പോൾ നിങ്ങൾക്കും റാഹത്താണ്, എനിക്കും റാഹത്താണ്. പഠിച്ചവനെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട് ഒരു കാര്യത്തിലാവാണ്ട് പോകുമ്പോൾ ഒരു സങ്കടമല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളത് വിഷമൊന്നും വിചാരിക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാം, യുസബ്ബുൽ അജ്റു അലൈഹിം സബ്ബൻ ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാതെ അള്ളാഹു പ്രതിഫലം കെട്ട് ചൊരിഞ്ഞു കൊടുക്കുന്നു ഈ ദുന്യാവിൽ അസുഖം പേറി നടന്ന ആളുകൾക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വീൽ ചെയറിലും ബെഡിലും കിടന്ന് ജീവിതം തീർക്കുന്ന ആളുകൾ. ആലോചിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ഇവിടെ പുറത്തിറങ്ങി ഒന്ന് നടക്കുകയാണ്, ഒന്ന് വരാൻ കഴിയാതെ, ഒരാളുടെ ആശ്രയമില്ലാതെ, ഒന്ന് നടക്കാനോ യാത്ര ചെയ്യാനോ കഴിയാതെ വിഷമിക്കുന്ന എത്ര രോഗികളുണ്ട്. അല്ലാഹു നീ അവർക്കൊക്കെ മനക്കരുത്ത് കൊടുക്കണേ, ശിഫ കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രായമാകുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മളറിയാതെ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെതായ പ്രതിസന്ധികൾ, അസുഖങ്ങൾ, പ്രയാസങ്ങൾ നമ്മളെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അവസാനം നമുക്ക് മടുക്കും. പടച്ചോൻ ഇനി പോയാൽ മതി, എന്തിനാ ഇവിടെ നടക്കാനും വയ്യ, കടക്കാനും വയ്യ, എൻ്റെ മക്കൾക്കും വേറെ കുട്ടികൾക്കും ഞാനൊരു ഭാരമായി ഇവിടെ കടന്നിട്ട് എന്ത് കാര്യം, അല്ലാഹുവേ എന്നെ നീ ഖബറിലേക്ക് എടുത്തേക്ക് റബ്ബേ എന്ന് മനസ്സുകൊണ്ട് നമ്മൾ പറയത്തക്ക വിധം അല്ലാഹു നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. വാർദ്ധക്യത്തിലൂടെയുള്ള മരണത്തിൻ്റെ പ്രത്യേകത പെട്ടെന്നുള്ള മരണം അങ്ങനെയല്ല.
വാർദ്ധക്യത്തിലുള്ള മരണം മാനസികമായി ആ രോഗി തന്നെ തയ്യാറാകും, ഇനി ഞാൻ പോവാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. യുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബൻ ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാതെ വേദനിച്ചവർക്ക്, വിഷമമുള്ള ആളുകൾക്ക് കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വിചാരണയില്ല, അവർക്ക് തുലാസ് തൂക്കുന്ന പണിയില്ല. അവരോട് അള്ളാഹു റെക്കോർഡുകൾ നിരത്തി വെച്ചുള്ള ചോദ്യങ്ങളില്ല, അവർക്ക് പ്രതിഫലം ചൊരിഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സുമ്മ ഖറഅ ഖൗലല്ലാഹി ജല്ല വഅലാ. അള്ളാഹു പരിശുദ്ധനായ റബ്ബിന്റെ വിശുദ്ധ കലാം ഖുർആൻ ഓതി സൂറത്തു സുമറിലെ ആയത്ത്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഒരു കയ്യും കണക്കുമില്ലാതെയാണല്ലോ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. യവദ്ദുനാസുൻ, ആ നേരം ചില ആളുകൾ കൊതിച്ചു പോകുമത്രേ, ലൗ അന്ന ജുലൂദഹും കാനത് തുഖറദു ബിൽ മഖാരീദ്. റബ്ബേ, പ്രയാസം അനുഭവിച്ചവരെ, യാതനകൾ അനുഭവിച്ചവരെ, യുദ്ധക്കെടുതികൾ അനുഭവിച്ചവരെ, കിരാത ഭരണങ്ങളിൽ പെട്ടുപോയവരെ, ജയിലുകളിൽ നിരപരാധികളായിട്ട് പോലും ജയിലിലടക്കപ്പെട്ട് കാലം കഴിക്കേണ്ടി വന്നവരെ, ഇവരെയൊക്കെ കാണുമ്പോൾ, അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ സാധാരണ വിഷമങ്ങൾ ഒന്നും അറിയാതെ ജീവിച്ചു പോയവർ പറയുമത്രേ, ലൗ അന്ന ജുലൂദഹും കാനത് തുഖറദു ബിൽ മഖാരീദ്. പടച്ചവനെ, ഞങ്ങളുടെ തൊലികളെല്ലാം മൂർച്ചയുള്ള, മുറിവേൽക്കുന്ന ചീർപ്പുകളാലൊന്ന് വാർന്ന് ഞങ്ങളുടെ ദേഹമാകെ മുറിവുകളായി ഞങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ, ലിമാ യറൗന മിൻ സവാബി അഹ്ലിൽ ബലാ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കഥ കാണുമ്പോൾ, അവസരം കാണുമ്പോൾ അവരെങ്ങനെ ചിന്തിച്ചു പോകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊതിച്ചു പോകുമത്രേ. അല്ലാഹ് ഖദ് യുൻഇമുല്ലാഹു ബിൽ ബൽവാ വഇൻ അളുമത് വയബ്തലില്ലാഹു ബഅദൽ ഖൗമി ബിന്നിഅമി. ഖദ് യുൻഇമുല്ലാഹു ബിൽ ബൽവാ വഇൻ അളുമത്. വലിയ വലിയ പരീക്ഷണങ്ങളാണെങ്കിൽ പോലും ആ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു അനുഗ്രഹം നൽകുന്നുണ്ട്. വയബ്തലില്ലാഹു ബഅദൽ ഖൗമി ബിന്നിഅമി. അള്ളാഹു ചില ആളുകളെ പരീക്ഷിക്കുന്നത് സമ്പത്ത് കൊടുത്തുകൊണ്ടാണ്, ആരോഗ്യം കൊടുത്തുകൊണ്ടാണ്, നിഅമത്ത് കൊടുത്തുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് അനുഗ്രഹമായി മാറുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ അനുഗ്രഹങ്ങളാണ്. ചില ആളുകളെ അനുഗ്രഹങ്ങൾ കൊടുത്ത് അല്ലാഹു പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഖദ് യുൻഇമുല്ലാഹു ബിൽ ബൽവാ വഇൻ അളുമത് വയബ്തലില്ലാഹു ബഅദൽ ഖൗമി ബിന്നിഅമി. നമ്മുടെ മുൻഗാമികളിൽ സലഫ് സ്വാലിഹീങ്ങളിൽ കഴിഞ്ഞു പോയ ഒരു മഹദിയായ ഉമ്മ, ആ ഉമ്മയുടെ പൊന്നുമോൻ മരണപ്പെട്ടപ്പോൾ ആളുകളെല്ലാം ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നു. യാ അമത്തല്ലാഹ്, അല്ലാഹുവിന്റെ ദാസിയായ പെണ്ണെ, ഇത്തഖില്ലാഹ് ഇത്തഖില്ലാഹ വസ്ബിരി, ക്ഷമിക്കണേ ഉമ്മ, ക്ഷമിക്കണേ സഹോദരി, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണൊരു മറുപടി പറഞ്ഞു കൊടുത്തു. ജ്ഞാനമുള്ള പെണ്ണ്, അറിവുള്ള പെണ്ണ്, അല്ലാഹുവിനെ കുറിച്ച് ബോധ്യമുള്ള പെണ്ണ്. അൽഹംദുലില്ലാഹ്, മുസീബതി അഅ്ലമു മിൻ അൻ നുഫ്സിദഹാ ബിൽ ജസഅ. അല്ലാഹു തന്ന ഈ പരീക്ഷണം ഞാൻ വേവലാതിപ്പെട്ട് നശിപ്പിച്ചു കളയുകയാണോ? ഞാനതൊരിക്കലും ചെയ്യില്ല. കാരണം ഈ മുസീബത്തിലൂടെ അല്ലാഹു എനിക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം വലുതാണ്. അത് ഞാൻ ഇങ്ങനെ വേവലാതിപ്പെട്ട് നശിപ്പിച്ചു കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ മുസീബത്ത് അല്ലാഹു എന്നെ പരീക്ഷിക്കാൻ തന്ന അവസരമല്ലയോ? കുല്ലമസ്ദാദത് അലയ്യൽ മിഹൻ വതവാലത് ഇഹനൻ ലാ തഹിൻ വകുറൂബുൻ തുസ്തഫാ ഫീ സമൻ ഫലിതത്ഹീരിൻ വതദ്രിബീരിൻ അമീഖ്. എല്ലാ പരീക്ഷണങ്ങളും നമ്മളെ കഴുകി ശുദ്ധിയാക്കാനുള്ളതാണ്, അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാനുള്ളതാണ്. അറിയണേ, ഒരു പനി പോലും വരാതെ, ഒരു അസുഖമോ വേദനയോ അറിയാതെ, കടബാധ്യതയുടെ വേദനയും അതിൻ്റെ തലവേദനയും അറിയാതെ
രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയാതെ ജീവിക്കുന്ന ആളുകളും അതുള്ള ആളുകളുടെയും മനസ്സ് അള്ളാഹുമായുള്ള ബന്ധം ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. പരീക്ഷണങ്ങളുള്ള ആളുകൾ, അവർക്ക് ദുആയുണ്ട്, സ്വലാത്തുണ്ട്, ദിക്റുണ്ട്, മജ്ലിസുന്നൂറുണ്ട്, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നവരാണ്, മൗലിദ് പാരായണം ചെയ്യുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, അദ്കാറു സ്വബാഹി വൽ മസാ, ഇതൊക്കെ അവർ കൊണ്ടു നടക്കും. എന്തേ? ലഅല്ലല്ലാഹ യക്ഷിഫു കുർബതി, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെന്ന് നീക്കി തന്നെങ്കിലോ, അത് അള്ളാഹുവിലേക്ക് അടുക്കലാണല്ലോ വഴിയെന്നാലോചിച്ച്. എന്നാൽ പരീക്ഷണങ്ങൾ ഇല്ലാത്തവരോ എത്ര പേരുണ്ട്? ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിലും യാ റബ്ബി, അല്ലാഹുവേ പടച്ചവനെ, ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത അദ്ദായിമ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ എന്ന് ചോദിക്കാൻ, അല്ലാഹുവിനോട് മാപ്പും ആരോഗ്യവും ആഫിയത്തും എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് മോചനവും റബ്ബിനോട് ചോദിക്കാൻ ആർക്ക് തോന്നും? അപ്പോ ആരാ ചോദിക്കുന്നത്? ദുആകൾ പഠിക്കുന്നത് വിഷമുണ്ടാകുമ്പോഴല്ലേ? ദിക്റുകൾ പഠിക്കുന്നത് നമ്മൾ രോഗിയായി കിടക്കുമ്പോഴല്ലേ? പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്നുള്ളൂ? ഇല്ലെങ്കിൽ ആർക്കാണ് സമയം? എല്ലാവരും ഈ ലോകത്ത് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിന്റെ പിന്നാലെയല്ലേ? അറിയണമേ, ഈ ലോകം നീങ്ങിപ്പോകുന്ന ഒരു തണല് പോലെയാണ്. ഒരു നിഴലിൽ നിങ്ങൾ വിശ്രമിക്കാനിരുന്നാൽ ഉച്ച കഴിഞ്ഞ് അസറായി മഗ്‌രിബാകുമ്പോഴേക്കും ആ നിഴലിങ്ങനെ അവസാനിക്കുകയാണ്. നിഴലേ പോവല്ലേ, നീ നീങ്ങല്ലേ എന്ന് പറഞ്ഞാൽ നീങ്ങാത്ത നിഴലുണ്ടോ? അതുപോലെയാണ് ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളെല്ലാം. അത് വരും, അത് തിരിച്ചു പോകും. അള്ളാഹു തന്നത് റബ്ബ് തിരിച്ചെടുക്കും. ഈ ലോകം അങ്ങനെയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ എത്രയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ലോകം സുഖങ്ങളുടെ ഒരു ലോകമല്ല, എന്നാൽ സുഖങ്ങളുടെ ലോകമാണ് സ്വർഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബശ്ശിരിൽ ലദീന ആമനൂ وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون وبشر الذين آمنوا. നബിയേ, അല്ലാഹു ഏകനാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനാണ്. പുണ്യ നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ തിരുദൂതരാണ്. അങ്ങേക്ക് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങ് അന്ത്യദൂതരാണ്. അങ്ങയെ വിശ്വസിക്കുകയും അല്ലാഹുവിനെ അംഗീകരിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും അങ്ങയുടെ റിസാലത്തിനെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് വഅമിലുസ്സാലിഹാത്ത്, ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുകയും ചെയ്തവർ, അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ. അന്നലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗീയമായ ഹാറുകൾ ഒഴുകുന്ന മനോഹരമായ പൂന്തോപ്പുകളുള്ള ഇടങ്ങളിൽ അല്ലാഹു അവരെ വസിപ്പിക്കാൻ പോവുകയാണ്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖാ, ആ പൂന്തോട്ടങ്ങളിൽ പഴവർഗ്ഗങ്ങളുണ്ട്. ആ പഴവർഗ്ഗങ്ങൾ അവർ രുചിച്ചു നോക്കുമ്പോൾ ഖാലൂ, അവര് പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഭൂമിയിൽ നമ്മൾ ആപ്പിൾ കണ്ടിരുന്നല്ലോ, മുന്തിരി ഉണ്ടായിരുന്നല്ലോ, പൊമഗ്രനേറ്റ് ഉണ്ടായിരുന്നല്ലോ, റുമ്മാൻ ഉണ്ടായിരുന്നല്ലോ, പീച്ച് ഉണ്ടായിരുന്നല്ലോ, ആപ്രിക്കോട്ട് ഉണ്ടായിരുന്നല്ലോ. ദുന്യാവിലെ പഴവർഗ്ഗങ്ങളുടെ പേരുകൾ ഇങ്ങനെ അവർ ഓർത്തെടുക്കും. സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങളെ കാണുമ്പോഴേ ഇതുപോലത്തത് നമ്മൾ ഭൂമിയിൽ രുചിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ മറുപടി വഉതൂബിഹി മുതശാബിഹാ, ദുന്യാവിൽ ഉണ്ടായിരുന്നത് പോലെയേ സ്വർഗത്തിലേത്, എന്നാൽ സ്വർഗത്തേത് വേറെയാണ്. കാഴ്ചയിൽ പേരുകൊണ്ട് പറയുമ്പോൾ ദുന്യാവിലും ആപ്പിളുണ്ട്, സ്വർഗത്തിലുമുണ്ട്. എന്നാൽ സ്വർഗത്തിൻ്റെത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്,
ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിൽ പോലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തതാണ് സ്വർഗത്തിലെ വിഭവങ്ങൾ. ദുന്യാവിലെ പേരുകളെ അതിനുള്ളൂ, സാധനങ്ങൾ വ്യത്യസ്തമാണ്, പഴവർഗ്ഗങ്ങൾ അതിന്റെ രുചിയും ടേസ്റ്റും നിറവും മണവുമെല്ലാം വ്യത്യസ്തമാണ്. ദുന്യാവിലേത് പേരുണ്ട് അവിടെ, പക്ഷേ ദുന്യാവിനേത് പോലെയല്ല അത്. വലഹും ഫീഹാ അസ്വാജും മുതഹറ, പരിശുദ്ധകളായ ഇണകളുണ്ട്, ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങൾക്ക് ഇണകളുണ്ട് അവിടെ. വഹും ഫീഹാ ഖാലിദൂൻ, ഒരു മരണമില്ലാത്ത ജീവിതത്തിലേക്കാണ് അവർ പോകുന്നത്, മരണമില്ലാത്ത ലോകം. ഇവിടെ മരണമുണ്ട്.